കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള റിപ്പോർട്ടുകളിലൊന്ന് ഗുരുതര കണ്ടെത്തലുകളുമായിട്ട് ഡി ജി പിയുടെ മേശയിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാത്തിരുന്നത് ഒരു നടപടിക്ക് വേണ്ടിയാണ്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. റിപ്പോർട്ട് മടക്കി അയക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രം നമുക്ക് മുമ്പിൽ അവശേഷിക്കും. റിപ്പോർട്ടിൽ വ്യക്തത പോരായിരുന്നോ, അതോ ചിലർക്ക് സമയം പോരായിരുന്നോ? വ്യക്തതയേക്കാൾ കൂടുതൽ ഈ ചിലർക്ക് സമയം പോരായിരുന്നോ എന്നുള്ളിടത്താണ് വലിയൊരു ചോദ്യചിഹ്നം ഇവിടെ വരുന്നത്. കാരണം ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ കരിയർ തന്നെ അപകടത്തിലാകുമായിരുന്നു. DGP കസേരയിലേക്കുള്ള അയാളുടെ പ്രയാണം അത് തടസ്സപ്പെടുമായിരുന്നു. പോലീസ് തലപ്പത്ത് തന്നെ വലിയ ഭൂചലനവും ഉണ്ടാകുമായിരുന്നു. പക്ഷേ റിപ്പോർട്ട് മടങ്ങിപ്പോയി, ആർക്കും ഒരു പ്രശ്നവുമില്ല. അന്വേഷണം വീണ്ടും തുടങ്ങുകയാണ്. ഇനി ഒരു അന്വേഷണം നടത്തി എത്ര നാളുകൾ എടുക്കും ഒരു റിപ്പോർട്ട് വരാൻ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം എന്ന് പറയുന്ന കാര്യമാണ്. എന്തായാലും സമയം വീണ്ടും നീണ്ടു. അപ്പോൾ കേരളം ചോദിക്കുന്നു, ഇതൊരു അന്വേഷണം സംരക്ഷിക്കാനുള്ള നീക്കമാണോ, അതോ ഒരാളെ, ഒരു ഉന്നതനെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ? ഒരു റിപ്പോർട്ട്, ഒരു കസേര, ഒരു വലിയ സംശയം, അങ്ങനെ സമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ചില സംഭവങ്ങളൊന്നും വാർത്തയാകാറില്ല. അവ പക്ഷേ അധികാരത്തിന്റെ ഉള്ളറകളിലേക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ജനാലകളായിട്ട് മാറാറുണ്ട് എന്നുള്ളത് അത്തരം ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നവകേരള സദസ്സ് നടന്നല്ലോ. ആ സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണം ആരും മറക്കാൻ ഇടയില്ല. അത് വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലാണ് അട്ടിമറി ആരോപണം പറയുന്നത്. അട്ടിമറിയുടെ കേന്ദ്രത്തിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നത്. മറ്റാരുമല്ല, ADGP MR അജിത് കുമാർ തന്നെയാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോ DGP മടക്കിയിരിക്കുന്നത്. ഇതൊരു സാധാരണ റിപ്പോർട്ടല്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ ADGPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം പരിശോധിക്കുന്ന രേഖ മാത്രവുമല്ല. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അത് ശരിവയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസ് ഡയറിയിൽ ഇടപെടൽ നടന്നോ, തെളിവുകൾ ഇല്ലാതാക്കപ്പെട്ടോ, അന്വേഷണം വഴിതിരിച്ചു വിട്ടിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ഉത്തരമാകും. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാവി തീരുമാനിക്കുന്ന റിപ്പോർട്ടായിട്ട് ഇത് മാറും. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. റിപ്പോർട്ട് മടക്കിയ ദിവസം സംസ്ഥാന പോലീസ് തലപ്പത്ത് പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്ന സമയം കൂടിയാണ്. DGP സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ള ഒരു ചർച്ചയൊക്കെ വളരെ കാര്യമായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് MR അജിത് കുമാർ എന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഈ ഒരു വിഷയത്തെ വളരെ കാര്യഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നതും. അതുകൊണ്ട് റിപ്പോർട്ട് മടക്കിയത് യാദൃശ്ചികമാണോ, അതോ സമയോചിതമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും, റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ സർക്കാരിന് ഒരു വിശദീകരണം ആവശ്യമായേനെ. തുടർ നടപടികൾ ആരംഭിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോഴെന്തു പറ്റും? പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ പ്രമോഷൻ നടപടികൾ ചോദ്യം ചെയ്യപ്പെടും. അതിനുള്ള സാധ്യതകളുണ്ട്. മാധ്യമങ്ങളാണെങ്കിൽ സ്വാഭാവികമായും ഇത് ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും ചെയ്യും. കാരണം MR അജിത് കുമാർ സർക്കാർ, പിണറായി സർക്കാർ, മുൻ സർക്കാർ, ഈ സർക്കാർ, അങ്ങനെ അവർക്ക് വിറ്റുപോകാവുന്ന വലിയൊരു പ്രമാദമായ ഒരു ടോപ്പിക് തന്നെയായിട്ട് ഇത് മാറുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ട് വീണ്ടും അന്വേഷണത്തിലേക്കാണ്. തീരുമാനം മാറ്റിവെച്ചു, ഉത്തരം മാറ്റിവെച്ചു. വിചിത്രമായ ഒരു വിവാദം എന്നല്ലാതെ എന്തു പറയാനാണ്? അപ്പൊ ഒരു മാസം കൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഒരു ദിവസം പോലും വളരെ വിലപ്പെട്ടതാണ്. എന്തിനാ ഒരു ദിവസം? ഒരു നിമിഷം പോലും
വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ലഭിച്ചിരിക്കുന്നതൊന്ന് നോക്കൂ, ആഴ്ചകളോളമാണ് ലഭിച്ചിരിക്കുന്നത്, ഒരു മാസമാണ് അല്ലെ, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം കൂടി കിട്ടും. പക്ഷേ അതിലും കൂടുതലായിരിക്കും. ഈ സമയം ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. പരാതിക്കാരനാണോ, അന്വേഷണത്തിനാണോ? അതല്ല, വിമർശകർ പറയുന്നത് പോലെ ഒരു പേരാണ് എം.ആർ. അജിത് കുമാറിൻ്റെത്. കാരണം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അന്തിമ തീരുമാനമൊന്നും വന്നിട്ടില്ല. അതാണ് എം.ആർ. അജിത് കുമാറിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് DGPയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു, ദിവസങ്ങളോളം കാത്തിരിക്കുന്നു, നിയമോപദേശം തേടുന്നു, പിന്നീട് പെട്ടെന്ന് ആ റിപ്പോർട്ട് തിരിച്ചയക്കുന്നു. അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയമൊക്കെ ബലപ്പെടും. സാധാരണക്കാരന് പോലും ആ സംശയം ഉണ്ടാകുമല്ലോ. റിപ്പോർട്ട് ബലഹീനമായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് സ്വീകരിച്ചത്? ഇനി റിപ്പോർട്ട് ശക്തമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നുമില്ല? രാഷ്ട്രീയ ഇടനാഴികളിലൊക്കെ മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഓരോ വിവാദത്തിൽ നിന്നും സാക്ഷാൽ ADGP ആയിട്ടുള്ള എം.ആർ. അജിത് കുമാർ രക്ഷപ്പെടുന്നത് എന്നതാണ് ഈ വിവാദം. അതിന് അപ്പോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി ആരാണ്, അല്ലെങ്കിൽ എന്താണ്? സാധാരണ ഒരു രാഷ്ട്രീയ പിന്തുണ മാത്രമാണോ? ഭരണകൂടമായിട്ടുള്ള ബന്ധങ്ങളാണോ? അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള അറിവുകളാണോ? അത്രയും വലിയ അറിവൊക്കെ ശേഖരിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ വലിയ വലിയ ഇൻപുട്സ് ഒക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരാളാണോ എം.ആർ. അജിത് കുമാർ? ഈ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വ്യാപകമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അധികാര കേന്ദ്രങ്ങളിലേക്കൊന്നും ഇത് എത്തുന്നുണ്ടാകില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം മറക്കരുത്, അത് ഒരു അജിത് കുമാറിന് മാത്രം ഒരു കാര്യമായിട്ട് ഇതിനെ കാണരുത്. ഇത് കേരള പോലീസിന്റെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അന്വേഷണ സംവിധാനത്തിന്റെ കഥയുമാണ്. അധികാരവും ഉത്തരവാദിത്തവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കൂടി കഥയാണ്. അപ്പൊ ഇനി മുന്നിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വഴികൾ ഉണ്ടാകാം. ഒന്നാമത്തേത്, ഒരു പുതിയ റിപ്പോർട്ട് പഴയ കണ്ടെത്തലുകൾ കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നടപടികൾ അനിവാര്യമായിട്ട് വരികയും ചെയ്യും. മറ്റൊന്ന്, രണ്ടാമത്തേത് എന്ന് പറയുന്നത്, റിപ്പോർട്ടിലെ ഭാഷ മാറും. ചിലപ്പോൾ അത് നിഗമനങ്ങളൊക്കെ വളരെ മൃദു സമീപനം എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഏത് വഴിയാണ് ഇത് നടക്കുക, എന്താണ് ഈ രണ്ട് കാര്യങ്ങളിൽ നടക്കുക എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫയൽ സർക്കാരിനേക്കാൾ ശക്തമാകാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഒരു റിപ്പോർട്ട് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാവി തീരുമാനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ അത്തരം ഒരു റിപ്പോർട്ടാണ് കേരള പോലീസിന്റെ ഇടനാഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് മടക്കി, അന്വേഷണം നീട്ടി, പക്ഷേ സംശയങ്ങൾ അവസാനിച്ചില്ല. അപ്പൊ ഇത് സത്യം കണ്ടെത്താനുള്ള ഒരു ഇടവേള മാത്രമാണോ, അല്ലെങ്കിൽ DGP കസേരയിലേക്കുള്ള ഒരു കൗണ്ട് ഡൗൺ മാത്രമാണോ? അജിത് കുമാറിനുള്ള നടപടി വരുമോ? അതോ എല്ലാ വിവാദങ്ങളെയും ഒക്കെ മറികടന്ന് ഈ സിനിമ സ്റ്റൈലിലൊക്കെ അദ്ദേഹം കേരള പോലീസിന്റെ അടുത്ത തലവനായിട്ട് വന്നിരിക്കുമോ? അപ്പൊ ഈ അടുത്ത റിപ്പോർട്ട് വരും വരെ ഈ ചോദ്യങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും.